തോക്ക് കണ്ടാൽ വിറയ്ക്കുന്ന ഇവൻ കയ്യിൽ ബോംബും വെച്ചിരിക്കുന്ന ഒരുത്തനെ പിടിക്കാൻ പോയത് ധൈര്യം കൊണ്ടല്ല, നേരത്തെ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില്ല, പ്രതിയെ രക്ഷിക്കാൻ. മുമ്പ് കോടതിയിൽ ആ കള്ളക്കടത്തുകാരന്റെ ജട്ടി മാറ്റിയതുപോലെ ബോംബിന് പോരവൻ കുമ്പളങ്ങ വെച്ചു കൊടുക്കും. അനാവശ്യം പറയരുത്. സസ്പെൻഷൻ പിൻവലിക്കാൻ ആ ബാബർ ചെല്ലപ്പന് കള്ളു വാങ്ങി കൊടുത്തതും പെണ്ണുകൂട്ടി കൊടുത്തതും താനല്ലേ? നന്ദു സർ, അവനൊരു സോഡ വാങ്ങിച്ചു കൊടുക്ക. ദൈവനിശ്ചയം മറികടക്കാൻ മനുഷ്യന് കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതം ക്ഷണികമാണാനി. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളാണ് വലുത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ വിശ്വാസം അനുസരിച്ച് നിനക്ക് ജീവിക്കാം. മരുന്നും ചികിത്സയും ഫലിക്കാത്ത രോഗങ്ങളുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥനയും ദൈവസ്തുതിയും കൊണ്ട് സമാധാനം കിട്ടിയേക്കാം. നമ്മുടെ മോനോട് നമ്മൾ ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല. പൊറുക്കാൻ വയ്യാത്ത തെറ്റുകളല്ല ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് ആനിക്ക് തോന്നുമെങ്കിൽ ആനി എന്നോടൊപ്പം വരണം. ആനിയുടെ സാമീപ്യവും സ്നേഹവും ഇല്ലാതെ ഇനിയും എനിക്ക് ജീവിക്കാൻ വയ്യ. ഞാൻ മരിച്ചാൽ പിന്നെ നമ്മുടെ മോന് നീ മാത്രമേ ഉണ്ടാവൂ. ആനി വരില്ലേ? ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്രയോ നാളായി ഞാൻ കാത്തിരിക്കുകയാണ്. ബിജുമോനെ കൂടെ എന്നിൽ നിന്ന് അകറ്റിയപ്പോ ഞാൻ അനുഭവിച്ച കഴിഞ്ഞു പോയതൊന്നും പറയരുത്. എനിക്കൊന്നേ വേണ്ടു, ആനി എന്നോടൊപ്പം വരണം. അല്ല, ഇത് എവിടെ കൊണ്ട് നിർത്തിയത്? നമ്മൾ ഇന്ന് ഇവിടുന്നാ ഫുഡ് കഴിക്കുന്നത്. ഇവിടുന്ന്? എവൻ സ്റ്റാറാ. എന്റെ ഒരു മാസം ശമ്പളം ഒറ്റ ഡിന്നർ കൊണ്ട് കാലിയായി കിട്ടും. സാർ വണ്ടി എടുക്ക്. താനല്ല ഇന്ന് ബില്ല് പേ ചെയ്യുന്നത്, ഞാനാ. സാർ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ഞെട്ടിക്കരുത്. നന്ദു, ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ എന്നും തനിക്കൊരു ശല്യമായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഒരിക്കലും താൻ എന്നെ വെറുത്തിട്ടില്ല. തന്റെ നല്ല മനസ്സാണ് അതിന് കാരണം. എല്ലാറ്റിനും താൻ എന്നോട് പൊറുക്കണം. സാറിന് എന്ത് പറ്റി? എന്റെ കാഴ്ചപ്പാടുകൾ മാറിപ്പോയി. അതിന്റെ കാരണമാ മനസ്സിലാവാത്തത്. സാറിന് ഇപ്പൊ വെടിയുണ്ടയും ബോംബും ഒന്നും ഒരു പ്രശ്നമല്ലാതായിരിക്കുന്നു. ഉവ്വ്. പക്ഷെ നന്ദു, നീ ഒരിക്കലും എന്നെ മാതൃകയാക്കരുത്. നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്നേഹിക്കുന്ന കുട്ടിയെ തന്നെ നീ കെട്ടണം. മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ഒരുപാട് കാലം നീ ജീവിക്കണം. നിനക്ക് അർഹതപ്പെട്ട പലതും ഞാൻ തട്ടിയെടുക്കുകയായിരുന്നു. നീ ഇത് വാങ്ങണം. എന്താണ് സാർ ഇതൊക്കെ? പ്ലീസ് നന്ദു, ഇത് നിന്റേതാണ്. ദയവായി ഇത് വാങ്ങും. സാറിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. എനിക്ക് എന്തിനാണിത്? സാർ, എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യുക. മെഡലിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. സാറ് വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട്. വരൂ. സാർ, ഇതെല്ലാം കൂടി കഴിക്കടോ. സെരിമോണിയലായി തന്നെ വേണമെന്ന് കരുതിയാ ഓർഡർ ചെയ്തത്. ഇത് ഞാൻ തനിക്ക് തരുന്ന ലാസ്റ്റ് സപ്പറാണ്. ലാസ്റ്റ് സപ്പറോ? അതെ. എന്നും ഇതുപോലെ കാശ് ചെലവിടാൻ എൻ്റെ എവിടുന്ന ഇത് തന്നെ ഞെരുങ്ങിയാണ് ഞാൻ. സാറ് വിഷമിച്ചപ്പോ ഇതെന്തിനായിരുന്നു? പലതവണ താൻ എനിക്ക് ട്രീറ്റ് തന്നിട്ടുണ്ട്. കടം വീട്ടുകയല്ല, എന്നാലും ഒരിക്കലെങ്കിലും ഞാൻ തിരിച്ചു തരണ്ടേ? പിന്നെ
ഇന്ത്യയിൽ എന്ത് സിനിമ ഇരിക്കും? വാസ്തവത്തിൽ ഇന്ത്യയിൽ സിനിമയില്ല. മലയാള സിനിമയുടെ കാര്യം പറയുകയും വേണ്ട. ആയിക്കോട്ടെ, ഈ ബാറ്റിൽ ഷിപ്പ് ഓഫ് പൊട്ടംകിൻ സിസിൽ ബി ഡെമില്ലിയാണ് അതിന്റെ സംവിധായകൻ. അതൊന്ന് കാണണം. അതൊക്കെ ലോകോത്തര ക്ലാസിക്കുകളാണ്. ആ എടോ, ക്ലാസിക്കുകളുടെ മുമ്പിൽ നമ്മുടെ അതാരാ അവിടെ? കുറെ നേരമായല്ലോ. അറിവില്ല. അവാർഡ് ഡയറക്ടറാണ് സാർ. ഈ ആശാൻ കൈവച്ച് വന്നു കയറിയ പിന്നെ ഭയങ്കര ബഹളമാ. പറഞ്ഞു കൊടുക്ക്. എന്നെ ഒന്ന് വിടാവോ? നാളെ നീ വെള്ളിത്തിരയിലെ വെള്ളി നക്ഷത്രം. നിന്നെ ഞാൻ മാധുരി ദീക്ഷിത്താക്കും, അല്ലെങ്കിൽ ശ്രീദേവി. അത് വേണ്ട ആശാനെ, അവറ്റകളൊക്കെ കച്ചവട സിനിമയിലെ ഹീറോയിൻസാ. നമുക്ക് ഇവിടെ ശബനാസ്മി ആക്കിയല്ലോ. ഓക്കേ ഓക്കേ, ആക്കിയിരിക്കുന്നു. എന്നെ ഒരാസാമി ആക്കണ്ട. 3 ദിവസമായി മനുഷ്യനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. ആ കാശ് തന്നെ. ഒരു സംവിധായം വന്നിരിക്കുന്നു. കാശിന് ഗതിയില്ലാത്ത ഏമ്പോക്കി. ഹീറോയിനെ മൂഡ് ഔട്ട് ആക്കുന്ന ആശാനെ. ആശാൻ ആരാണെന്നറിയോ? കൊണ്ടുപോയി ഞാൻ തൊട്ടുപോയാൽ സാർ, ഇയാളെ എന്ത് ചെയ്യണം? സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നോളൂ. നടക്കാ. നടന്നോളാം. സർവീസിൽ എൻ്റർ ചെയ്ത കാലം തൊട്ടേ എനിക്ക് ഇൻസ്പെക്ടർ ജെയിംസിനെ അറിയാം. ഇപ്പോഴത്തെ അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. ആവശ്യമില്ലാതെ വെറുതെ ഓരോന്ന് സംശയിക്കണ്ട. അല്ല ശ്രുതി, ആ ബോംബുകാരനെ പിടിച്ചതും ജോണിനെ ഇടിച്ചു വീഴ്ത്തിയതും ഞാൻ പറഞ്ഞില്ലേ? ഇന്നലെ ഹോട്ടലിൽ വെച്ചുണ്ടായ ഒരു സംഭവം. കുടിച്ച് ബഹളം ഉണ്ടാക്കിയ ഒരു സിനിമാക്കാരനെ അയാൾ തൂക്കിയെടുത്തെറിഞ്ഞു. അതൊരു പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടിയല്ലേ? ബഹളം ഉണ്ടാക്കിയാൽ ഇതിലും വലിയ വൃത്തിയേട് കണ്ടാലും കണ്ണടച്ചിരിക്കുന്നവനാ പുള്ളി. പെട്ടെന്ന് അയാൾക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടി? അതിന്റെ കാരണമാണ് ഞാൻ അന്വേഷിക്കുന്നത്. പുറമെ 10 കാശ് ചെലവാക്കാത്ത പിശുക്കന ആള് ഇന്നലെ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി ഡിന്നർ തന്നു. എനിക്ക് തരുന്ന ലാസ്റ്റ് സപ്പറാണെന്നാ പറഞ്ഞത്. മരണവുമായി ബന്ധപ്പെട്ടതല്ലേ ഈ ലാസ്റ്റ് സപ്പർ? ഐ തിങ്ക് സംതിങ് ഇസ് റോങ് വിത്ത്. ഡെസ്പറേറ്റ് ആയി എന്തും ചെയ്യാൻ പുറപ്പെട്ടതുപോലെ. ഡെസ്പെറേറ്റ് ആകാൻ അയാൾക്കുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടോ? ഫാമിലിയിലോ പ്രൊഫഷനിലോ മറ്റോ? വീട്ടിലുണ്ടായിരുന്നു. പിണങ്ങിപ്പോയ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്ന് അത് സോൾവ് ചെയ്തു. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിലും എനിക്ക് സംശയമുണ്ട്. എൻ്റെ അപ്പം മരിച്ചപ്പോൾ ശവടക്കിന് പോലും അമ്മച്ച് ബുദ്ധിമുട്ടി. നിനക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവരുത്. എന്തിനാ ഇപ്പൊ അതൊക്കെ പറയണത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പറയാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ ആരും മരിക്കുന്നില്ല. പിന്നെ എന്തിനാ വേണ്ടാത്തൊക്കെ ആലോചിക്കുന്നത്? മനുഷ്യന്റെ സ്ഥിതിയല്ലേ ആനി. എപ്പോഴാ എന്താ സംഭവിക്കാന്നറിയില്ലല്ലോ. നിങ്ങളൊന്ന് കിടന്നുറങ്ങി. ആ പിന്നെ ആനി, അയ്യോ അയ്യോ, എന്റെ കാഴ്ച പോയി. അയ്യോ, എന്റെ കാഴ്ച പോയി. എനിക്ക് കണ്ണ് കാണുന്നില്ല. എനിക്ക് കണ്ണ് കാണുന്നില്ല. ഇരുട്ടത്ത് എങ്ങനെയാ കണ്ണു കാണുന്നത്? ഇരുട്ടോ എന്താ പപ്പ? എന്താ? മോനെ, പപ്പയുടെ 2 കണ്ണിന്റെ കാഴ്ച പോയി മോനെ. അയ്യോ പപ്പ, എന്തായി പറയുന്നത്? ലൈറ്റ് ഓഫ് ചെയ്തതാ. ലൈറ്റ് ഓഫ് ചെയ്തോ? എപ്പോ? നിങ്ങൾക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആനി കിടന്നോളൂ. ഇനി വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തോളൂ. അച്ഛൻ താഴെയുണ്ട്. എനിക്ക് സംസാരിക്കാനുള്ള ശ്രുതിയോടാണ്. തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞാണ് നമ്മുടെ മാരേജ് നീ മാറ്റിവെപ്പിച്ചത്. ഇപ്പോൾ പഠിക്കുന്നത് ആ SI നന്ദകുമാറോടത്തുള്ള അഴിഞ്ഞാട്ടമാണോ എന്ന് എനിക്കറിയണം. അതെന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്റെയും. നിന്റെ ചന്തം കണ്ട് മയങ്ങിയാൻ അന്വേഷിച്ചൊന്നുമല്ല. നിന്റെ അച്ഛൻ എന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഉറപ്പിച്ചതാണ് ഈ കല്യാണം. ഒടുവിൽ എന്നെ നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ നടക്കില്ല. ഭീഷണിപ്പെടുത്തുകയാണോ? അതെ, ആഭ്യന്തരമന്ത്രിയുടെ മകളാണെന്ന ഭാവമാണ് നിനക്കെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അങ്ങയുടെ മന്ത്രിസ്ഥാനം ഈ നിമിഷം തെറിപ്പിക്കാൻ കഴിയും. സ്വന്തം മകളെ അറിഞ്ഞുകൊണ്ട് ബന്ദിയാക്കാൻ വിട്ടുകൊടുത്തടക്കം നിന്റെ തന്ത ചെയ്ത കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയാൽ മിസ്റ്റർ സജിത്ത്, ആ ചോദിച്ചു നോക്ക്, എന്നിട്ട് തീരുമാനിക്ക്. കൂടുതലൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. സത്യമാണോ അച്ഛൻ പറയുന്നത്?
അച്ഛന്റെ അറിവോടെയാണ് അവരെന്നെ പിടിച്ചോണ്ട് പോയത്. മോളെ, നീ എന്നോടൊന്നും ചോദിക്കരുത്. ആ ഭീകരന്മാരുടെ കൈകളിലേക്ക് എന്നെ എറിഞ്ഞു കൊടുത്തത് അച്ഛന്റെ സമ്മതത്തോടെ ആയിരുന്നു. ഒരു പൊതുസേവകന് ഇത്തരം അഗ്നി പരീക്ഷകളെ നേരിടേണ്ടി വരും. പൊതുസേവനമല്ല, സ്വയം സേവനം എന്ന് പറയൂ. ആർക്കു വേണ്ടിയാണ് അച്ഛൻ ഈ പദവിയിൽ ഇരിക്കുന്നത്? സമൂഹത്തെയും നാടിനെയും സ്വന്തം മകളെ പോലും ദ്രോഹിച്ചുകൊണ്ട് ആരെയാണ് സേവിക്കുന്നത്? എടീ, പ്രതിപക്ഷത്തെ ചില ചെറ്റകളെ പോലെ എന്നെ നീ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ കൊന്നുകളയുന്ന ഞാൻ. അതിലും വലിയ ക്രൂരതയല്ലേ എന്നോട് ചെയ്തത്? അധികാരം നേടാനും നിലനിർത്താനും സ്വന്തം മകളെ വ്യഭിചരിക്കാൻ പോലും